ഇന്നത്തെ വൈകിട്ടത്തെ ചായക്ക് കൊള്ളിയും മുട്ടയും ആയാലോ? ഞങ്ങളുടെ അവിടെ കപ്പയ്ക്ക് കൊള്ളി എന്നാണ് പറയട്ടെ, കൊള്ളിക്കിഴങ്ങെന്നൊക്കെ. അപ്പം അതും മുട്ടയും വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഡിഷ്. ഇത് പലയിടത്തൊക്കെ ആയിട്ട് ചെയ്ത് കണ്ടിട്ടുണ്ട്, പക്ഷെ ഞങ്ങളും ഇടയ്ക്ക് ചെയ്യാറുള്ളത് തന്നെയാണ്. നന്നായി വേവുന്ന കൊള്ളി വേണം കിട്ടാനായിട്ട്, എന്നാലാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. നന്നായി വെന്ത് ഉടഞ്ഞ് ഇരിക്കുന്ന കൊള്ളിയായിരിക്കും ഏറ്റവും ബെസ്റ്റ്. കൊള്ളിയുടെ കൂടെ എന്തായാലും മീൻ കറി ആണെങ്കിലും ബീഫോ ചിക്കനോ എന്ത് തന്നെ ആയാലും പോകുന്നൊരു കോമ്പിനേഷനാണ് കൊള്ളി. അപ്പോൾ കൊള്ളി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വേവിച്ച് നന്നായി ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇനി മുട്ട ഒരു 3 മുട്ട എടുത്ത്, 2 വലിയ കൊള്ളിയിലേക്ക് ഒരു 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് സവോളയും പച്ചമുളകും കറിവേപ്പിലയും ഉപ്പും ഇട്ട് നന്നായി ഒന്ന് അടിച്ചതിന് ശേഷം സ്ക്രാബിൾ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണയിലേക്ക് സവോള, വീണ്ടും പച്ചമുളകും കറിവേപ്പിലയും, വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം, ഞാൻ ഇട്ടിട്ടില്ല. ഇത്രയും മാത്രം ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് മൂപ്പിച്ചെടുക്കുക. നന്നായി ഒന്നും വഴണ്ടു പോകണ്ട. എന്നിട്ട് അതിലേക്ക് മുളക് പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം വേവിച്ചെടുത്ത കൊള്ളി ഇതിലേക്ക് തട്ടിക്കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. അതിന് മുകളിലേക്ക് നമുക്ക് സ്ക്രാമ്പിൾ ചെയ്ത മുട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എത്രത്തോളം മിക്സ് ചെയ്യുന്നു അപ്പോഴാണ് അതിൻ്റെ കോമ്പിനേഷൻ കറക്റ്റ് ആവുക. ഇത് വൈകിട്ടത്തെ ചായയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ ബെസ്റ്റാണ്. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്യാം. മുകളിൽ പച്ചവെളിച്ചെണ്ണയും